അതായത് നമ്മുടെ ഈ അന്തരീക്ഷത്തില് ഹൈഡ്രജൻ എന്ന വാതകം നിറഞ്ഞിരിക്കുന്നു. അതുപോലെ നൈട്രജൻ ഉണ്ട് അല്ലെ? പല വാതകങ്ങൾ കൂടിച്ചേർന്നാണ് ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന വാതകം ഭയങ്കരമായി തീപിടിക്കുന്ന ഒരു സ്വഭാവമാണ് ആ വാതകത്തിന്. എന്നാൽ നമ്മൾ ഇവിടുന്ന് ഒരു തീപ്പെട്ടി ഉരച്ചാല് ഇവിടെ തീ പടരില്ല. ഈ അന്തരീക്ഷത്തിൽ ലയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഉള്ള ആ വാതകം നമ്മൾ ഇവിടുന്ന് ഒരു തീപ്പെട്ടി ഉരച്ചാൽ അത് തീ പിടിക്കില്ല. അപ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള ആ വാതകത്തെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക്, അത് ഉൾക്കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ സാധിച്ചാൽ നമ്മൾ തീപ്പെട്ടി ഉരച്ച് കത്തിച്ചാല് അത് കത്തും, ഭീകരമായ രീതിയിൽ കത്തും. എന്നാൽ ഈ അന്തരീക്ഷത്തില് ഫ്രീ ആയിട്ട് നടക്കുന്ന ആ വാതകം കത്തുകയില്ല. അതുപോലെയാണ് ഈശ്വര ചൈതന്യവും. ഇവിടെ സർവവ്യാപിയായി ഇരിപ്പുണ്ട് ആ ഈശ്വര ചൈതന്യം. പക്ഷേ അതിന് നമ്മൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമ്മുടെ മനസ്സിന്റെ ശക്തി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈശ്വര സങ്കല്പമെല്ലാം മിഥ്യയാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളെ തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സിന്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് നാം അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ ഈ മനസ്സിന്റെ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സർവവ്യാപിയായിരിക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കൊണ്ടുവരികയും അതിനെ നാം ആരാധിച്ച് അതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് നാം ഇന്ന് കാണുന്ന ഈ പ്രാർത്ഥനാ രീതികളൊക്കെ. അത് തിരിച്ചറിയുക.